സഫാനെ നമുക്ക് അടുത്തറിയേണ്ടത് സിർമയെ പറ്റിയാണ്. സിർമയുടെ ഒരു ന്യൂസിലോട്ട് പോകുമ്പോൾ ലാഭത്തിൽ 76% ഉയർച്ച രേഖപ്പെടുത്തിയ ഒരു മികച്ച റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. 64 കോടി രൂപയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം 37.6% ഉയർന്ന് 1145 കോടിയുമാണ് ഇത്തവണ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പണ്ട് നമ്മൾ ഈ ഒരു ഓഹരി മാർച്ചിൽ എസ്പെഷ്യലി നോക്കുമ്പോൾ ഒരു ഡിമാൻഡ് സോണിൽ നിന്നും പിന്നീട് അങ്ങോട്ടൊരു കുതിപ്പാണ് ഓഹരി രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത്. ഒരു ബുള്ളിഷ് ട്രെൻഡാണ് നമുക്ക് മാർച്ചിന് ശേഷം ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോഴും 3.48% ഒരു നേട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്താണ് നിലവിൽ ഈ ഒരു മാസം ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സിർമയുടെ ചാർട്ട് ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ളൊരു സാധ്യത, അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉടനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണോ ഈ ഒരു ചാർട്ടിൽ? തീർച്ചയായും വിഷ്ണു, ഇതിൻ്റെ ചാർട്ട് ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് 3 ഡേയ്സ് ആയിട്ട് സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവ് ആണ്. കൂടാതെ ഈ ഒരു സ്റ്റോക്കിൽ 27 ഒക്ടോബറിലാണ് ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് വീണ്ടും ഒരു റീകവറി ക്യാൻഡിൽ, അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഇതിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹൈ, അതായത് 871 എന്ന ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 766 എന്നത് ഹൈ ഡിമാൻഡ് സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.